eyes make me smile, and your little face make me stay with you. മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് കണ്ടില്ലേ, ഞാനിതിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ്. ഉണ്ടോ, എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചോളമില്ലേ, ചോളം വെച്ചുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പം നമ്മൾക്ക് ചോളം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതുമായിട്ട് എന്തായാലും ചോളം വേണം. 2 ചോളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക്, പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഇതിൽ കുറച്ച് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ് നമുക്ക് പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം, എണ്ണയില്ല. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ഈ ചോളം ഇങ്ങനെ ഇതിനുള്ളിൽ നിന്ന് എടുത്തിട്ട് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് കുക്കറിൽ ഇതെല്ലാം തോലെല്ലാം എടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇത് ചോളം ഇതാ ഇവിടെ എല്ലാം തോല് പൊളിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, 2 എണ്ണം. അപ്പോൾ ഞാനിത് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. ഞാൻ കുക്കറിൽ ഇതാ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ വെള്ളത്തിൽ നേരിട്ടല്ല വേവിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാനിത് ഇങ്ങനെ ഒരു ഓട്ടയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിൽ വേണം. ഇതുപോലെ കുക്കർ വെച്ച് 4 വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മൾക്ക് ഇത് ചോളം വേവുന്ന സമയം കൂടി ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. ഈ തേങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം, ചിരണ്ടി എടുക്കുകയല്ല. അതിൽ കറിവേപ്പില മുറിക്കേണ്ട. ഇത് പച്ചമുളക്, ഉള്ളിയെല്ലാം തേങ്ങയെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ വിലയേറിയതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മൾ തേങ്ങ, ഉള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ചോളം വെന്തോ നോക്കാം. ഇതാ കുക്കർ ഇതാ ഇവിടെ 4 വിസിൽ വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആറാൻ വയ്ക്കാം. ചോളം ഇതാ ഇവിടെ വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് പുറത്തെടുക്കാം, ചെത്തിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചെത്തിയെടുത്താൽ എന്താ നമുക്ക് വേഗം കിട്ടും. ഓരോന്നോരോന്ന് അടർത്തി എടുക്കുന്നതിലും വളരെ എളുപ്പമാണത് ഇങ്ങനെ എടുത്താൽ. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ചെത്തിയെടുക്കാം. നമ്മളെ ചോളം എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, സ്റ്റവ് കത്തിച്ച്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി ചൂടായിട്ട് നമ്മൾക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ആദ്യം നമ്മൾ മുറിച്ച് വെച്ചിട്ട് തേങ്ങാക്കൊത്തൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയ ശേഷം നമ്മൾക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള, പിന്നെ കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കും. വളരെ പെട്ടെന്ന് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമുക്ക് ആ ചോളം വേവുന്ന ആ സമയം മാത്രമേ എടുക്കുള്ളൂ. പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ ആ ഫുള്ള് ടേസ്റ്റ്, എരിവ് കുറച്ചൊന്നും നമ്മൾ ചോളത്തിന് കുറച്ചൊരു മധുരമല്ലേ, എരിവ് കുറച്ച് മതിയേ ഉള്ളൂ. വേണ്ടവർക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് കണ്ടില്ലേ, നമ്മളുടെ ചോളവും ഇത് സവാളയും പിന്നെ ആ തേങ്ങ മുറിച്ചതെല്ലാം കൂടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ചോളത്തിൻ്റെ കൂടെ ആ തേങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടിയ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും വൈകുന്നേരമൊക്കെ ഒരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാം. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചോളം എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ഈ ചോളം കുക്കറിലൊന്ന് വേവിച്ചെടുക്കേണ്ട സമയം നമുക്ക് ഉള്ളൂ.
അത് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്കതെല്ലാം മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാം. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചോളം മെഴുക്ക് വരട്ടിയാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതാ നമ്മളുടെ ചോളം മെഴുക്ക് വരട്ടി സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ നമ്മളുടെ അടിപൊളി ചോളം മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തിയാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.